ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം സങ്കീർണമാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. ഒരു വശത്ത് ഇസ്രയേലും ലെബനനും തമ്മിലുള്ള പോരാട്ടം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ലോകത്തിന്റെ സാമ്പത്തിക ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ്. സമാധാന നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് പുറമേക്ക് തോന്നിപ്പിക്കുമെങ്കിലും അണിയറയിൽ ആയുധബലത്തിന്റെയും തന്ത്രങ്ങളുടെയും വലിയൊരു പടയോട്ടം തന്നെ നടക്കുന്നുണ്ട്. തെക്കൻ ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന അന്താരാഷ്ട്ര നിർദ്ദേശം ഇസ്രയേൽ തള്ളിയതോടെ സമാധാന പരീക്ഷണങ്ങൾക്ക് ആദ്യത്തെ വലിയ തിരിച്ചടിയേറ്റു. ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാതെ പിന്മാറില്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വാശി മേഖലയിൽ കൂടുതൽ രക്തരൂഷിതമായ പോരാട്ടത്തിലേക്ക് നയിക്കുകയാണ്. എന്നാൽ നയതന്ത്രത്തിന്റെ വാതിൽ പൂർണ്ണമായും അടഞ്ഞിട്ടില്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ലണ്ടനിലോ പാരീസിലോ വെച്ച് ഇതിനായി കൂടുതൽ ചർച്ചകൾ നടന്നേക്കാം. എങ്കിലും ഭൂമിയിലെ യാഥാർത്ഥ്യം സമാധാനത്തിന് വിരുദ്ധമാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ ഇറാനുമായി നടക്കാനിരിക്കുന്ന രണ്ടാം വട്ട ചർച്ചകളാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ആദ്യഘട്ട ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കുന്നുണ്ടെങ്കിലും അവ വലിയ ഫലം കണ്ടിരുന്നില്ല. 2 ദിവസത്തിനകം പുതിയൊരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചകൾ വിജയിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ JD വാൻസിനെ നിയോഗിച്ചത് ട്രംപിന്റെ ഒരു തന്ത്രപരമായ നീക്കമാണ്. കടുത്ത നിലപാടുകാരനായ വാൻസിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു കരാറിൽ ഒപ്പിടിയിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന പ്രധാന വിഷയം ഇറാന്റെ ആണവ പദ്ധതിയുടേതാണ്. തങ്ങളുടെ ആണവ പ്ലാന്റുകളിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് 5 വർഷത്തെ സാവകാശം വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും മെഡിക്കൽ ആവശ്യങ്ങൾക്കുമാണ് ഇതെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ അമേരിക്ക ഇതിനെ പൂർണ്ണമായും അവിശ്വസിക്കുന്നു. കുറഞ്ഞത് 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് കർശന നിയന്ത്രണം വേണമെന്നതാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. ഈ 15 വർഷത്തെ വ്യത്യാസം കേവലം അക്കങ്ങളല്ല, മറിച്ച് ഇറാന്റെ സൈനിക ശേഷിയെ സംബന്ധിച്ച വലിയ സുരക്ഷാ പ്രശ്നമാണ്. ആണവ പ്ലാന്റുകൾ നശിപ്പിക്കണമെന്ന അമേരിക്കയുടെ കടുത്ത നിർദ്ദേശം ഇറാൻ അംഗീകരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ലോകത്തിലെ മൊത്ത എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇന്ന് നിശ്ചലമാണ്. അമേരിക്കൻ നാവികസേന അവിടെ ഏർപ്പെടുത്തിയ കടുത്ത നിരീക്ഷണവും നാവിക ഉപരോധവും കാരണം കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. 6 വലിയ ചരക്ക് കപ്പലുകൾ ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റാനാവാതെ മടങ്ങിയത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ സ്തംഭനാവസ്ഥ തുടരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. ഹോർമുസ് അടഞ്ഞുകിടക്കുന്ന ഓരോ ദിവസവും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ അമേരിക്ക ഈ ഉപരോധത്തെ ഉപയോഗിക്കുമ്പോൾ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സാമ്പത്തിക യുദ്ധമായി മാറുകയാണ്. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇറാൻ പരമോന്നത നേതാക്കൾ വിശ്വസിക്കുന്നു. യുറേനിയം പ്ലാന്റുകളുടെ നാശം, ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളുടെ അവസാനം, മേഖലയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് പിന്തുണ പിൻവലിക്കൽ, ഇവയാണ് അമേരിക്ക പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്നാൽ ഉപരോധങ്ങൾ കൊണ്ട് തങ്ങളെ തളയ്ക്കാനാവില്ലെന്നും തങ്ങളുടെ സൈനിക ശേഷി പ്രതിരോധത്തിന് വേണ്ടി ഉള്ളതാണെന്നും ഇറാൻ ആവർത്തിക്കുന്നു. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാറിനും ഇറാൻ തയ്യാറാവില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധഭീതിയിൽ നിലനിൽക്കുന്നത് ഓഹരി വിപണികളിൽ വലിയ ഇടിവിന് കാരണമായിട്ടുമുണ്ട്. സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ ഡോളറിന്റെ മൂല്യത്തിലും വലിയ ചാഞ്ചാട്ടങ്ങൾ ദൃശ്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ വിപണിയെ അല്പം ശാന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഹോർമുസിലെ യഥാർത്ഥ സാഹചര്യം ആശങ്കാജനകമാണ്. വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനും കാരണമായേക്കാം. വരുന്ന 2 ദിവസം അതീവ നിർണായകമാണ്. JD വാൻസിന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ഒരു ധാരണ ഉണ്ടായില്ലെങ്കിൽ അമേരിക്ക സൈനിക നടപടികളിലേക്ക് നീങ്ങുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ഇതിനോടകം തന്നെ തങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കിയിട്ടുമുണ്ട്. ഇറാൻ ആകട്ടെ തങ്ങളുടെ ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകളുടെയും മിസൈൽ യൂണിറ്റുകളെയും ഹോർമുസ് തീരത്ത് വിന്യസിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷം കേവലം ഭൂമിശാസ്ത്രപരമായ ഒന്നല്ല, മറിച്ച് അത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര തർക്കമാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ പതിറ്റാണ്ടുകളോളം പിന്നോട്ടടിക്കും. ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനത്തിനും അമേരിക്ക തങ്ങളുടെ ആധിപത്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തിടത്തോളം കാലം സമാധാനം ഒരു വിദൂര സ്വപ്നമായി തുടരും. യുദ്ധത്തിന്റെ കരിനിഴൽ നീങ്ങി സമാധാനത്തിന്റെ ഒരു പുതിയ പുലരി പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും. നയതന്ത്രജ്ഞരുടെ ഓരോ വാക്കിനും തോക്കിൽ നിന്ന് പുറപ്പെടുന്ന വെടിയുണ്ടേക്കാൾ മൂർച്ചയുള്ള കാലമാണിത്.